Relations and Functions Part 3. Solved examples. Example 1. Check whether the relation R1 on the set of real numbers defined by R1 is equal to A comma B, A less than or equal to B cube is reflexive, symmetric or transitive. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 2 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ, റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറയാം, റിഫ്ലെക്സീവ് ആണെങ്കിൽ എ ഉണ്ടെങ്കിൽ അതിനകത്ത് എ തന്നെ ഉണ്ടാവണം, എ കോമ എ, ഇതാണ് റിഫ്ലെക്സീവ്. സിമെട്രിക് ആണെങ്കിൽ എ കോമ ബി ഉണ്ടെങ്കിൽ അതിനകത്ത് തിരിച്ചും കാണണം, അതായത് ബി കോമ എയും വേണം. ട്രാൻസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എ കോമ ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, തിരിച്ച് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഈ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാള്, അതായത് ബി കോമ സി. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ എ കോമ സിയും അവിടെ ഉണ്ടായിരിക്കണം, ബി കോമ സി. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റിലേഷനിൽ പറഞ്ഞിരിക്കുന്നത് എ കോമ ബി, രണ്ട് എ എന്ന് പറഞ്ഞ എക്സ് ആദ്യത്തെ സെറ്റിൽ നിന്ന്, ബി എന്നുള്ളത് രണ്ടാമത്തെ സെറ്റിൽ നിന്നുള്ളതാണ്. അപ്പൊ എന്ത് പറയുന്നത്, എ എന്ന് പറയുന്നത് ആദ്യത്തെ ആളെന്ന് പറയുന്നത് രണ്ടാമത്തെ ആളിന്റെ ക്യൂബിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കണം. ഇതാണ് നമ്മുടെ ചോദ്യം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 എന്നെഴുതി, പിന്നെ 3 എന്ന് എഴുതി, വെറുതെ പറയാണ് 2,3. അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ് മീൻസ് 3 into 3 9 into 3 27. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 2,3 ഇതിനകത്ത് അംഗമായിട്ട് വരുന്നുണ്ട്. R1 എന്ന് പറഞ്ഞ റിലേഷനിൽ ഈ 2,3 വരും, കാരണം 2 എന്ന് പറയുന്നത് 3യുടെ ക്യൂബിനേക്കാളും ചെറുതാണ്. പക്ഷേ അത് റിഫ്ലെക്സീവ് ആണോ നോക്കി, റിഫ്ലെക്സീവ് അല്ല. കാരണം റിഫ്ലെക്സീവ് ആണെങ്കിൽ രണ്ടും ഒരുപോലെ വരണം, രണ്ട് വേറെ വേറെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ റിഫ്ലെക്സീവ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,2 ഇട്ടും ചെക്ക് ചെയ്ത് നോക്കാം. 2,2 അപ്പൊ എന്ത് വരാം, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്, ദാറ്റ് ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇത് ശരിയാണോ? അല്ല. 2 ഈക്വൽ ടു ആണോ 8-നേക്കാളും? 8-നേക്കാളും ഈക്വൽ ആണോ? 8-ന് ഈക്വൽ ആണോ? 8-നേക്കാളും ചെറുതാണ്, പക്ഷെ എന്താണ്, ഈക്വൽ ആണോ? അല്ല. പക്ഷെ ഇവിടെ നമ്മൾ പറയണത് ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ എന്നാണ്. അപ്പൊ ചെറുതല്ലേ? ആണ്. അപ്പൊ 2,2 വരും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേക്കണം. 2 എന്ന് പറയുന്നത് 8-നേക്കാളും ചെറുതാണ്. ഇവിടെ ഇതിന്റെ അർത്ഥം ഓർ എന്നാണ്, അതായത് ഒന്നില്ലെങ്കിൽ ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, വലുതാവാൻ പാടില്ല. 8-നേക്കാളും വലുതല്ല. അപ്പൊ 2,2 റിഫ്ലെക്സീവ് ആണ്. അപ്പൊ നമുക്ക് ഇനി ജനറലൈസ് ചെയ്ത് നോക്കാം. A comma B, A less than or B cube, A comma B belongs to R. For half എടുക്കാം നമുക്ക്. ഹാഫ് റിയൽ നമ്പർ ആണ്, അതായത് റിലേഷൻസിന്റെ റിയൽ നമ്പേഴ്സ് ആണ്, എല്ലാ നമ്പറും പെടും. അപ്പൊ ഹാഫ് നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. സപ്പോസ് ഹാഫ്, ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹാഫ്. ഓക്കെ, ക്ലിയർ? നമ്മുടെ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം, അടുത്ത ആളും എന്തായിരിക്കണം, ബിയും എന്തായിരിക്കണം, ഹാഫ് ആയിരിക്കണം. ക്ലിയർ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെ വരുമോ നോക്കാം നമുക്ക്. ഹാഫ് എന്ന് എഴുതിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ക്യൂബ് എന്ന് സാർ എഴുതുന്നത്, ഹാഫ് ക്യൂബ്. ഓക്കെ, ഹാഫ് ക്യൂബ് എങ്ങനെ കാണും നോക്കാം. ഹാഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ക്യൂബ്, ഹാഫ് ക്യൂബ്, ഹാഫ് ഒന്നിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 into 1 into 1 ഡിവൈഡ് ബൈ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 into 2 ദാറ്റ് ഈസ് 8. ഇനി നിങ്ങൾ പറ, ഹാഫ് എന്ന് പറയുന്നത് 1/8-നേക്കാളും ചെറുതാണോ? 1-നെ 2 കഷ്ണമാക്കുന്നതും 1-നെ 8 കഷ്ണമാക്കുന്നതും, അങ്ങനെ ചിന്തിക്കുക. ഇത് ഒരു കേക്ക് 2 കഷ്ണമാക്കി, ഇതൊരു കേക്ക് 8 കഷ്ണമാക്കി. ഈ 2 കഷ്ണമാക്കുന്നതിനേക്കാളും വലുതാണല്ലേ 8 കഷ്ണമാക്കിയേക്കണത്? ഇതിനകത്ത് 8 കഷ്ണത്തിൽ ഒരു കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു കേക്ക് എടുത്തിട്ട് അതിനകത്ത് 8 പീസാക്കി. ഈ ഒരു പീസാണ് ഈ കിടക്കുന്നത്. ഇതോ ഒരു കേക്ക് എടുത്തിട്ട് നമ്മൾ എന്താണ് ജസ്റ്റ് 2 പീസാക്കി, അതിനകത്ത് ഒരു പീസാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഈ ഹാഫ് എന്ന് പറയുന്നത് 1/8-നേക്കാളും വലുതല്ലേ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞ എല്ലാ നമ്പറും, നേരത്തെ നമ്മൾ 2,2 എടുത്തപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തു, ശരിയായി.
പക്ഷെ ഹാഫും ഹാഫ് എടുത്താൽ ശരിയാവുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല, ദിസ് ഈസ് നോട്ട് എന്താണ് റിഫ്ലെക്സീവ്. ഇഫ് യു ടേക്ക് എ ആസ് ഹാഫ്, ബിയും എന്ത് തന്നെ ആയിരിക്കണം, ഹാഫിനെ ആയിരിക്കണം, എന്നാലാണ് റിഫ്ലെക്സീവ് ആവുള്ളൂ. പക്ഷെ അങ്ങനെ വരില്ല. കാരണം ഹാഫ് എടുക്കുകയാണെങ്കിൽ ബി ക്യൂബ് എടുക്കുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ ബി ക്യൂബ് എടുക്കുമ്പോൾ ഹാഫ് ക്യൂബ് എന്ന് പറയുന്നത് 1/8 ആവും. 1/8 ഒരിക്കലും 1/2 എന്തല്ല, വലുതല്ല, ചെറുതാണ്. മനസ്സിലായോ? So that means 1/2 is greater than 1/2 whole cube. That is 1/2, 1/2 not belongs to this set R1. Hence R1 is not reflexive. ഇനി ഞാൻ അടുത്തത് സിമെട്രിക് ആണോ എന്ന് തെളിയിക്കാനാണ്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ 1,3 എടുത്തു സാധനം. ഓക്കെ, അപ്പൊ 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ് ആണെന്ന് ചെക്ക് ചെയ്ത് ശരിയാണ്. 3 ക്യൂബ് 27. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27, 27-നേക്കാളും ചെറുതാണ്, സാറ്റിസ്ഫൈഡ് ആണ്. സോ 1,3 ഉണ്ട്, ഹാപ്പിയാണ്. എന്നാൽ 3,1 ഉണ്ടോ നോക്കാം. 3,1 വരണമെങ്കിൽ 3,1 ഇതിനകത്ത് വരണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 3 ലെസ് ദാൻ ഓർ ഇസിക്കൽ ടു 1 ക്യൂബ് വരും. അങ്ങനെ വരും. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 ഒരിക്കലും എന്താണ് 3-നേക്കാളും എന്താണ് വലുതല്ല. സോ 3,1 ഇതിനകത്ത് വരില്ല. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, സിമെട്രിക് കണ്ടീഷൻ അനുസരിച്ച് എന്താണ്, എ കോമ ബി ഉണ്ടെങ്കിൽ തിരിച്ചും ഉണ്ടാവണം. അതായത് ബി കോമ എയും ഉണ്ടാവണം. ക്ലിയർ ആണോ? അങ്ങനെ ഇവിടെ ഇല്ല. 1,3 ഉണ്ട്, ബട്ട് എന്തില്ല, 3,1 ഇല്ല. Therefore, this is not എന്താണ് symmetric. R1 is not symmetric. നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഓക്കെ, കൺസിഡർ 3 numbers 9, 4, 2 belongs to R. 9,4 belongs to R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 എന്ന് പറയുന്നത് 4 ക്യൂബിനേക്കാളും ചെറുതാണ്. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 into 4 16 into 4 അല്ലെ, 64. അപ്പൊ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. 9 ഉം 4 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 4-ൽ ആരംഭിക്കുന്ന ഈ 4 2 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ നമുക്ക് എടുക്കാം. അപ്പൊ അവിടെ അത് ശരിയാവും നോക്കാം. 4 ഇത് 2 into ക്യൂബ്, 2 into ക്യൂബ് 8 ആണ്. അപ്പൊ 8-നേക്കാളും ചെറുതാണ് 4. അപ്പൊ ഇത് സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇതുണ്ട്. ഇങ്ങനെ 3 വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും മന്നമെന്നാണ് നമ്മുടെ നിയമം. 9 2. 9 2 എടുത്ത് നോക്കൂ. 9 എന്ന് പറഞ്ഞാല് എന്താണ്, 9 2 എടുക്കുകയാണെങ്കിൽ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2-ന്റെ ക്യൂബ്. 2-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞത് ദിസ് ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 9 വലുതാണ് 8-നേക്കാളും ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് 9,2 9,2 ബിലോങ്സ് ടു R1 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു R1. ഇത് റിലേഷനിൽ വരുന്നില്ല, കാരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് അല്ല. R1 ഇസ് നോട്ട് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ 9 4 ഒരു സെക്ഷൻ എടുത്തു, 4 2 ഒരു സെക്ഷൻ എടുത്തു. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 9 2 വേണം അവിടെ. പക്ഷെ 9 2 അവിടെ ഇല്ല. അതുകൊണ്ട് അതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? Okay. Let's move to the second example. Given an example of a relation which is symmetric but neither reflexive nor transitive. നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻസ് പറയണം. ഇവിടെ സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അങ്ങനെയുള്ള റിലേഷൻ പറയണം. ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, പക്ഷെ ട്രാൻസിറ്റീവ് അല്ല. സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആണ്, പക്ഷെ എന്താണ്, സിമെട്രിക് അല്ല. ഇതിനൊക്കെ എക്സാമ്പിൾ എഴുതാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഉത്തരം എഴുതാം, നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ലെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുക്കുകയാണ്. ആ സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എ സമം 1 2 3. അതിനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സിമെട്രിക് ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോ ട്രാൻസിറ്റീവ്. ഇവിടെ റിലേഷൻസ് പറഞ്ഞിരിക്കുകയാണ്. റിലേഷൻ 1 2 2 1 2 3 3 2. ഇതെന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അതെങ്ങനെ സാർ സിമെട്രിക് ആവും? 1 2 ഉണ്ടെങ്കിൽ തിരിച്ചും വേണം, 2 1 ഉണ്ട്. 2 3 ഉണ്ടെങ്കിൽ തിരിച്ചും വേണം, 3 2 ആണ്. അപ്പൊ അത് എന്താണ്, സിമെട്രിക് ആണ്. പക്ഷെ അത് റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. അല്ല, ഇവിടെ 1 1 ഇല്ല, അതുപോലെ 2 2 ഇല്ല, ഇവിടെ എന്താണ് 3 3യും ഇല്ല. അപ്പൊ 1-ൽ ആരംഭിക്കുന്നുണ്ടെങ്കിൽ 1 1 വേണം, 2-ൽ ആരംഭിക്കണമെങ്കിൽ 2 2 വേണം, 3-ൽ ആരംഭിക്കണമെങ്കിൽ 3 3 വേണം. എന്നാലാണ് റിഫ്ലെക്സീവ് ആവുക. അപ്പൊ റിഫ്ലെക്സീവ് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇപ്പൊ 1 2 ഞാൻ എടുത്തു, അപ്പൊ 2-ലും 1 എടുത്തു, അപ്പൊ 1 1 ഇവിടെ വേണം. 1 1 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ട്രാൻസിറ്റീവും അല്ല. ക്ലിയർ ആണോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രാൻസിറ്റീവ് ആയിരിക്കണം ബട്ട് നൈദർ റിഫ്ലെക്സീവ് നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ അത് റിഫ്ലെക്സീവും ആയിരിക്കരുത്, സിമെട്രിക്കും ആയിരിക്കരുത്. സോ ഇവിടെ ഒന്ന് റിലേഷൻ കൊടുത്തേക്കണം. നോക്കേ, ഇവിടെ 1 2 ഉണ്ട്, ദെൻ 2 3 ഉണ്ട്. ഇനി എന്ത് വേണം? 1 3.
1 3 വേണം. അതവിടെ ഉണ്ട്, ഉണ്ടോ? 1 3 ഉണ്ട്, കണ്ടോ? ക്ലിയർ. സോ ദിസ് ഈസ് ട്രാൻസിറ്റീവ്, അത് ട്രാൻസിറ്റീവ് ആണ്. ഇനി നോക്കൂ, അത് റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. റിഫ്ലെക്സീവ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1 ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 1 വേണം, 1 വേണം. അതവിടെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ റിഫ്ലെക്സീവ് അല്ല. അതിൽ 2 നോക്കാം നമുക്ക്. അതുപോലെ സിമെട്രിക് ആവാൻ പാടില്ല, സിമെട്രിക് ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. അതവിടെ ഉണ്ടോ? ഇല്ല, അപ്പൊ അതെന്താണ്? സിമെട്രിക്കും അല്ല. ഓക്കെ, ക്ലിയർ. അടുത്തത് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, പക്ഷെ എന്താവാൻ പാടില്ല? ട്രാൻസിറ്റീവ് ആവാനായിട്ട് പാടില്ല. ഇത് താഴെ നൽകുന്ന എക്സാമ്പിൾ നോക്കാം. ഇവിടെ റിഫ്ലെക്സീവ് ആണോ നോക്കാം. 1 ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ 1 1 വേണം, ഉണ്ട്. 2 ആരംഭിച്ചെങ്കിൽ 2 2 വേണം. 3 ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ 3 3 വേണം. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ദെൻ സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 ഇവിടെ ഉണ്ട്, അപ്പൊ 3 2 വേണം, ഉണ്ട്. ആണോ? അതുപോലെ തന്നെ 1 2 ഇവിടെ ഉണ്ട്, അപ്പൊ 2 1 വേണം, ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് അല്ല. നിങ്ങൾ ആലോചിക്കും, ഇത് എങ്ങനെ ട്രാൻസിറ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? നോക്കാം. ഇവിടെ 2 3 ഉണ്ട്, പിന്നെ 3 ആരംഭിക്കുന്ന 3 2 ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വേണം? 2 2 വേണം. അതിവിടെ ഇട്ടല്ലോ സാർ, ഇപ്പൊ ട്രാൻസിറ്റീവ് ആണല്ലോ. അതെ. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. ആദ്യം 1 2 എടുക്കുക സാറ്. 1 2 എടുത്തു, 1 2. ദെൻ എന്താണ്? 2 3 എടുത്തു. ഈ രണ്ട് കോമ്പിനേഷൻ എടുത്താൽ നമ്മൾ പറയുന്ന കാര്യം ശരിയാണ്. ഇവിടെ 2 അവസാനിച്ചു, 2 ആരംഭിച്ചു. പക്ഷേ ഈ 1 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ അതവിടെ ഉണ്ടോ? 1 3. Therefore, it is not എന്താണ്? ട്രാൻസിറ്റീവ്. ക്ലിയർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല? റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. നോക്കിക്കോളൂ. ഇവിടെ സിമെട്രി 1 2 ഉണ്ട്, അപ്പൊ 2 1 ഉണ്ട്, സിമെട്രിക് ആണ്. 1 ആരംഭിക്കുന്നത് കൊണ്ട് 1 1 ഉണ്ട്, അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. പക്ഷെ 2 2 ഇല്ല. 2 ആരംഭിക്കുന്ന ഒരാളൂടെ ഉണ്ട്, അപ്പൊ 2 2 കൂടി ഇവിടെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുള്ളൂ? റിഫ്ലെക്സീവ് ആണെന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. 1 2 ആരംഭിച്ചു, അത് ഇവിടുന്ന് 2 വരച്ചു. 1 2, ദെൻ ഇതിൽ തന്നെ ഇവിടെ ആരംഭിക്കണം, എന്താ? 2 1, ദെൻ ഈ രണ്ടുപേരും ഇവിടെ വേണം, 1 1. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ. ഇനി അടുത്തത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് ആവരുത്. നീക്കുള്ളൂ. ഇവിടെ നോക്കാം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 ഉണ്ട് ഇവിടെ, പക്ഷെ എന്തില്ല? 2 1 ഇല്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല. ഇനി റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 ആരംഭിക്കുന്നുണ്ട്, 1 1 ഉണ്ട്. 2 ആരംഭിക്കുന്നുണ്ട്, 2 2 ഉണ്ട്. 3 ആരംഭിക്കുന്നുണ്ട്, 3 3 ഉണ്ട്. റിഫ്ലെക്സീവ് ആണ്. ഇനി നമുക്ക് 2 2 നമുക്ക് എടുക്കാൻ പറ്റില്ല. ട്രാൻസിറ്റീവ് കണ്ടീഷൻ ഇതാണ്. 1 1 എടുക്കുക, 1 ആരംഭിക്കുന്ന 1 2 എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എന്ത് വേണം? 1 2 ആണ്. അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് 2 1 2 എടുക്കാം, ദെൻ 2 2 എടുക്കാം. അപ്പൊ 1 2 സാർ എടുത്തു. ഓക്കെ, ദെൻ 2 2 എടുത്തു. അപ്പോ 1 2 വേണം, 1 2 അവിടെ ഉണ്ട്. സോ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ. Example 3, let R be a relation on the set of natural numbers n defined by a comma b belongs to R. If a divides b, a divides b എന്ന് പറഞ്ഞാൽ b നെ എന്ത് ചെയ്യുന്നു? a ഡിവൈഡ് ചെയ്യുന്നു. സോ b by a is R reflexive. R reflexive ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, 2 4 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഇസ് എ and this one is b. So ഇവിടെ നമ്മൾ പറയുന്നത് b divided by a, b divide a എന്നാണ് നമ്മൾ പറയുന്ന കണ്ടീഷൻ. b divide a ഉണ്ടോ? a divides b, b നെ എന്ത് ചെയ്യുന്നു? a ഡിവൈഡ് ചെയ്യുന്നു. So here 4 by 2. Yes. Is it possible? Yes. കൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് തിരിച്ചു പറഞ്ഞാലോ, അതായത് a divided by b, that is 2 by 4, but it is a natural number, it is only a fraction. അപ്പോൾ b by a എന്ന് പറയുന്നത് കൂളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ a by b ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെന്തല്ല? സിമെട്രിക് അല്ല. സപ്പോസ് 2 2 ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യാം? 2 by 2 എങ്ങനെ ചെയ്താലും സെയിം ആണ്, തിരിച്ചു മറിച്ചും ചെയ്താലും സെയിം ആണ്. അപ്പൊ അത് റിഫ്ലെക്സീവ് ആണ്, എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുക? ട്രാൻസിറ്റീവ് ആണ് തെളിയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് a b ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക, b c യും ഇതിനകത്ത് ഉണ്ട് എന്ന് ആണ് വിചാരിക്കുക. ഓക്കെ,
അതിനകത്ത് എ കോമ ബി ഉണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ബി ബൈ എ എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടും. സപ്പോസ് ദാറ്റ് എലമെന്റ് നമ്പർ ഇസ് K1. സിമിലർലി ബി കോമ സി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി ബൈ ബി എന്ന് പറയുന്ന മറ്റൊരു എലമെന്റ് ഇട്ട് സപ്പോസ് ദാറ്റ് ഈസ് K2. From this equation you can calculate b. b സമം എന്താണ് K1A into A. ഈ A പ്രത്യേകം എടുക്കാം. Clear? Similarly here C സമം K2B. Clear? Okay. അപ്പൊ ബിയും കിട്ടി സിയും കിട്ടി. അവിടെ ബിയുടെ സ്ഥലത്ത് put this value here because B is equal to K1A. So C സമം എന്താണ് K2 into what is B? K1A. K1 into A. Clear? ഇനി നമ്മുടെ കണ്ടീഷൻ എയും ബിയും ഉണ്ട്, ബിയും സി ഉണ്ടെങ്കിൽ എന്ത് വേണം? എയും സി ഉണ്ടാവണം. ഇഫ് എ കോമ സി ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആറിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സി ബൈ എ ഇസ് എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. therefore c എന്ന് പറയുന്നത് എന്തായിരിക്കണം? a into എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. that is a into k. Here c is equal to some constant into a. So you can write this K2 into K1 as a another. If suppose this is 2 and this is 3, 2 into 3, 6. മറ്റൊരു constant അല്ലേ? So you can write c is equal to a k into a. ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് സി ബൈ എ കെ ആയിരിക്കണം, സി എന്തായിരിക്കണം? എ കെ ആയിരിക്കണം. ഇവിടെ സി സമം കെ എ അല്ലെങ്കിൽ സി സമം എന്താണ്? എ കെ കിട്ടി. therefore it is എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻസ്. ക്ലിയർ? കട്ട്. Next, let A summum 1, 2, 3 and relation R1A be defined as R summum 1, 2. Comment on reflexivity, symmetry and transitivity of R. ഇവിടെ നമുക്ക് 1, 2, 3 എന്ന് പറയുന്നുണ്ട്, A തന്നിട്ടുണ്ട്. ആ റിലേഷൻ പറഞ്ഞാൽ 1, 2 മാത്രം തന്നിട്ടുള്ളൂ. അത് റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് അല്ല, കാരണം 1, 2 മാത്രം പോരാ, 1, 1 വേണം. കാരണം 1, 1 അതിനകത്ത് ഇല്ല. ഇനി 1, 2 ഉണ്ട്, പക്ഷെ 2, 1 ഇല്ല. 2, 1 ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതെന്തല്ല? സിമെട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. ട്രാൻസിറ്റീവ് ആണെങ്കിൽ മിനിമം 2 നമുക്ക് തരണ്ടേ. 1, 2 മാത്രം തന്നിട്ട് ട്രാൻസിറ്റീവ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? അങ്ങനെ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കണം എന്നൊരു നിയമമുണ്ട്. ഓക്കെ. സോ whenever a comma b belongs to R and b comma c belongs to R only, then we look for a comma c belongs to R. അതായത് എ കോമ ബി ബിലോങ്സ് ടു ആർ തന്നിരിക്കുകയും തിരിച്ച് ബി കോമ സി ബിലോങ്സ് ടു ആർ തന്നിരിക്കുകയും ചെയ്താൽ എങ്കിൽ മാത്രമാണ് നമ്മൾ എ കോമ സി അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇഫ് ഹൈപ്പോത്തിസിസ് ജനറേറ്റഡ് ഫോർ ട്രാൻസിറ്റ് ഓൺലി, then we look for the conclusion. If the hypothesis is not generated, then we trivially take R to be transitive relation. ഇങ്ങനെ തന്നിട്ടില്ല, രണ്ടാമത്തെ ആൾ തരാണ്ട് എങ്ങനെയാണോ മൂന്നാമത്തെ ആളുണ്ടോ നോക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. Okay. Thank you. Please visit part 4, equivalence relations.